കാലൊന്നും പിടിക്കണ്ട, സാരില്ല. നമുക്ക് ഉറങ്ങാനും കരയണോണ്ടല്ലേ സാരില്ല, കാലൊന്നും പിടിക്കണ്ട. പെട്ടെന്ന് നിങ്ങൾക്ക് എന്തോ ഒരു വലിയ ഡെവലപ്മെന്റ് ഉണ്ടായി. ഭയങ്കര ഇൻഡിപെൻഡന്റ് അച്ഛമ്മ. നമ്മുടെ ഇന്നത്തെ ലഞ്ച് വീണ്ടും നമ്മുടെ മെസ്സിയുടെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടാ. Never miss not even a single piece from it, Ani. Wow. Yum yum. അതെ നിർത്താൻ വന്നിട്ട് ലെക്ചർ. യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞാനും എസ്മിക്ക് ഇന്നലെയും നാളെ എന്നെ ഇപ്പം നിങ്ങൾ ആരാ വിളിച്ചേ? ഓ എന്നിട്ടു ജഗതി കിൽക്കത്തിലിങ്ങനെ ആരത് നീ ഉറങ്ങിയാ നന്നായിട്ട്? എനിക്ക് ഒന്നും ഇടില്ല. ബർത്ത്ഡേ എല്ലാവരും എത്തി, എല്ലാവരും കഴിഞ്ഞു. ബർത്ത്ഡേയും കുർത്തടയും ഒക്കെ കഴിഞ്ഞു. അമ്മ ഉറങ്ങിയ? എന്റെ കരച്ചില് ആര് കേൾക്കാനാ? കാലൊന്നും പിടിക്കണ്ട, സാരില്ല. നമുക്ക് ഉറങ്ങാനും കരയണോണ്ടല്ലേ സാരില്ല, കാലൊന്നും പിടിക്കണ്ട. കുട്ടി രാവിലെ തന്നെ ഡാഡേ എനിക്ക് നിന്നെ ഉറക്കാൻ പറ്റിയില്ല, എന്നോട് മാപ്പ് പറയണേ, കാല് പിടിക്കാൻ പോയതാ അല്ലേ? മോന്തേ ഞാൻ പിടിക്കണേ. ഒന്ന് വെച്ച് കൊടുത്തടാ കുട്ടിക്ക്. നിങ്ങൾക്ക് ശ്വാസം തരാനേ അവൾക്ക് ഓക്സിജൻ. ഡോക്ടറാട്ടോ ഞങ്ങളുടെ. അങ്ങനെ കിടക്കട്ടോ, അൾട്രാസൗണ്ട് എടുക്കണ്ട. ഇടയ്ക്ക് ഡോക്ടറെ സ്വന്തം വെച്ച് നോക്കുന്നുണ്ട്. എല്ലാവരും തന്നെ വെക്കണേ. ഏതാ വെച്ചത്? ശ്വാസം കൊടുത്ത ചേച്ചിക്ക് പിങ്ങുവിന്. നേശമിക്ക് കൊടുക്ക്. ഇതേ പേരുണ്ടേ കുട്ടിയുടെ ചാത്തം. ആരാ ഈ ബൊമ്മ അവിടെ കൊണ്ടുവച്ചേ? നോക്ക് അഞ്ഞു നിന്റെ ശ്വാസം. ഇവര് രണ്ടുപേരും ഡോക്ടർമാരല്ലേ? എന്താ നോക്ക്. കേട്ടി ഏരാ കൊക്കോ കോക്കടോ കൊക്കോ. അതവള് നമ്മളെന്നെ കേരളത്തിൽ നിന്നുള്ള കാരണം കൊക്കോ. നാളികേരമേ തേങ്ങാത്തലയാ എന്ന് വിളിക്കുന്നതാ. കൊക്കോ കൊക്കോ ഹെഡ്സ്, കോക്കനട്ട് ഹെഡ്സ് എന്ന് പറയും ഇവിടെ. അതുപോലെ ഇതൊക്കെ ശീലം പുരട്ടി അഭിനയൊക്കെ ഉണ്ട്. ഇടയിൽ കൂടെ ഒരാൾ കയറി വരുന്നുണ്ട്, പന്നി മറ്റേ കാട്ടിലേക്ക് കിടക്കുന്ന പോലെ. ഗോൾഡേ കണ്ടാ വിളിച്ചേട്ടാ, ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ ഗോൾഡേ എന്ന് പറയുന്നോള്. ഗോൾഡേ പറഞ്ഞേ. കയറുണ്ടാക്കണത് ഇവളുടെ തല ഉണ്ടോട്ടാ, തലമുടി. പറഞ്ഞടാ ഏച്ചമ്മ ഗോൾഡേ എന്ന് പറഞ്ഞേ. ഏച്ചമ്മേ എല്ലാം ഗോൾഡേ ഗോൾഡേ പറഞ്ഞടാ ഏച്ചമ്മ. ഗോൾഡേ ബാബ അല്ലത്. ഏത് ബാബ? No. No, stop it. No. ഞാൻ മുട്ട തരില്ലേട്ടാ. അയ്യോ എസ്മേ ആയുധം വെച്ചടിക്കില്ലടാ. അയ്യോ പെണ്ണേ. അമ്മ നോക്കണ എന്താ വെച്ചില്ല. പറ. ഞാൻ മോനെ ആരും ഉപദ്രവിച്ചാലും രക്ഷപ്പെടുത്താറുണ്ട്. ഞാൻ ഉപദ്രവിച്ചാൽ എന്റെ ജോലിയല്ലേ. അതിന് എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് അവളാണേ. കണ്ടുപൂട്ട ഒറ്റ കാണാനാവും ഞാൻ. അല്ലെങ്കിൽ തന്നെ റംബ് ബിസിനസ് തുടങ്ങിയിട്ട് ഇനി കരീബിയൻ മറ്റേ പൈറേറ്റ്സ് ഒറ്റ. താങ്ക് യു. എൻ്റെ അച്ഛനൊരു കണ്ണ് കൂടുതൽ. രണ്ട് കൊത്തിയോള് എന്റെ കണ്ണം മടിച്ചിട്ട് ചിരിക്കേ ഇങ്ങനെ മോന്താക്കി. ശ്വാസം തരാൻ പറഞ്ഞിട്ട് ശ്വാസം കളയാണല്ലോ കുരിപ്പോള്. എന്തത്? അയ്യോ 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 അയ്യോ. എല്ലാവർക്കും തന്നെ അതിന്റെ പോലത്തെ മൊന്തില്ലേ അല്ലേ? ഓട്ടം കണ്ടിട്ട് ഇങ്ങനെ നോക്കണം. നോക്ക് ഇങ്ങനെ നോക്കണം. നോക്ക്. That's a fake one. That's fake line. അല്ല കോപ്പിലെ മോന്തണ്ടല്ലോ എന്റെ.
മോനെ അങ്ങനെ പഠിപ്പിക്കില്ലേ? അങ്ങനെ പഠിപ്പിക്കുക, അടിക്കടി. ക്യാമറ നോക്കണ്ട, തന്നെ ആരും വിളിക്കാൻ പറ്റില്ല ഇവിടെ. ആ നോസ് എവിടെ? നോസ് നോസ് ഗുഡ് ഗേ. മൂക്ക് പറഞ്ഞ മൂക്ക്. വായ ആ ആ. ഞാൻ പഠിപ്പിച്ചോളാം. ഇനിയിപ്പോ അമ്മ അവരെ ഞാൻ പഠിപ്പിച്ചോളാം. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ല മോൻ ഉള്ളതെല്ലാം കൂടെ പറഞ്ഞ അവർക്ക്. മൂക്ക് മൂക്ക്. നനക്ക് രണ്ടെണ്ണത്തിന്റെ കുറവുണ്ട്. കൊടുക്കേഷ്മേ കൊടുക്കേഷ്മേ കൊടുക്ക്. ഗുഡ് ഗേ ലക്ഷ്മേ കൊടുക്ക്. അപ്പോഴേക്ക് അടി നിർത്തല്ലേ, കൊടുക്ക അവൾക്ക്. ആ കരയുന്ന ആള് വരെ കൈയടിക്കുന്നത്. കരഞ്ഞോണ്ട് അവളെ നിന്ന് അടിച്ചേന്. ഇവളെന്നെ എന്താ അടിക്കണേന്ന് അറിയാവള്. അത് അവളെന്ന് ഒരടി ഇവൾക്ക് കിട്ടാൻ പറ്റില്ല. അപ്പോഴേക്കും പൂങ്കണ്ണീര് കൊടുക്കും ചോപ്പട്ടെ. അത് പറയില്ല നമ്മളെന്നെ അടിക്കുക. ആനിയാ ധൃതി പോണ്ട് കണ്ടാണ്ടല്ല. നീ ഞാൻ ആദ്യം തുപ്പണോളൂ ഇവിടെ. അയ്യോ ഞാൻ കൊടുക്കാം. അല്ല നീ ചെയ്തോ. സാറേ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് കൊടുക്കണം. കണ്ടോ വേറെ ഞാൻ ഉണ്ടെങ്കിൽ ഓക്കെ കുട്ടി കഴിച്ചു ആ കിട്ടൂട്ടാ. കൊത്തി സ്വഭാവം. ആ ഇത് കഴിച്ചു. എന്താ ചുണ്ടുവേനയുണ്ടാ? എന്നാ എന്ത് കണ്ട നീ ഇത് നിർത്തി കൊടുത്തോ? ഞാൻ പറഞ്ഞല്ലേ. മാറിക്കേ ആ തുമ്പടക്കത്തുക്കിട്ട തുമ്പടക്കത്തുക്കിട്ട തുമ്പടക്കത്തുക്കിട്ട. ട്രൗസർ ഇട്ടാ ഞാൻ അതിലൊന്നും ഇട്ടിട്ടില്ല, മുട്ട മാത്രം ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഇവിടെ സെപ്പറേറ്റ് ഫുഡൊന്നും ഒരാൾക്കും ഇല്ല കേട്ടാ. ആ എച്ചമ്മ കഴിച്ചാ കേട്ടാ. എച്ചമ്മ നല്ല കുട്ടിയാ. ഇന്ന് രാവിലെ ഞാൻ മെസ്സിയുടെ ഫുഡ് ഉണ്ടാക്കട്ടെ. എനിക്ക് വീട്ടിൽ എടുത്തു തരുമോ? മെസ്സിയുടെ ചിക്കൻ മിലാനേസിന്റെ ഒരു വീട്ടിൽ എടുത്തു തരുമോ? നീ അവിടെ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കി തന്നാൽ മതി, കുഴപ്പമില്ല. ആ എന്താ മേഡം അവിടെ ഇരിക്കുന്ന രാവിലെ എൻ്റെ ചായയും കാപ്പിയൊന്നും കുടിക്കുന്നില്ലേ? പ്രിങ്ങ ബർത്ത്ഡേ കഴിഞ്ഞു, എന്നിട്ട് വണ്ണായി. കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്തോളെ. സ്കൂളിൽ ടോയ്സ് ടൈഡി അപ്പ് ചെയ്യാൻ ഇവരെന്നെ പഠിപ്പിക്കും. അപ്പം ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് എടുത്ത് വയ്ക്കുക. കുറച്ച് മനുഷ്യൻ്റെ തലയൊക്കെ പൊളിയല്ലോ. ടാർഗറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റണില്ല ചേട്ടാ. ആവും എടുത്തു വയ്ക്കാനുണ്ടെങ്കിലും മറന്നു. അവിടെ നിന്ന് സൗണ്ട് കേട്ടു. ഒരു എല്ലാം കോട്ടയിൽ ഇതാര് തിരിച്ചു വെച്ചു കൊടുത്ത്? അവൾ തന്നെ തിരിച്ചിട്ടാ. ആ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഒരു 1.5 വയസ്സായ കൊച്ച്, 1.5-1.25 ആ കൊച്ച് ആക്ച്വലി തിരിച്ചു വരുന്ന വഴിയിലുള്ള ചെറിയ റാക്കിൻ്റെ മുകളിൽ അവൾ കളിക്കാനായിട്ട് കുറച്ച് ടോയ്സ് എടുത്ത് വെച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് കിണ്ടി കഴിയാറായി. ആ എടുത്ത് വെച്ചത് ജസ്റ്റ് അബൌട്ട് ടു ക്ലോസ് ചെയ്യുന്നേക്കാൾ തൊട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആ കൊച്ച് അവിടെ ഇരിക്കുന്ന ടോയ്സ് എല്ലാം, വളരെ ചെറിയ കൊച്ചാണ്, എടുത്ത് അലമാരിയിലെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ആ കൊച്ച് അവിടെ നിന്ന് പോയത്. അമ്മ മുട്ട കഴിക്കാൻ വന്നു, എത്തിയിട്ടാ. എച്ചമ്മ ഇത്ര നേരം കളിക്കായിരുന്നു, എച്ചമ്മ എത്തി. ഏറിക്കിപ്പോൾ ആ മുട്ടയെ വേണ്ടോ? ആ ആ കഴിക്കില്ല. ഇന്നലെ അവളനെ അങ്ങനെ അവൾക്ക് കൊടുക്കരുതറ. നീ എച്ചമ്മ നീ എത്ര മണിയും കൊടുത്തോ? ആ ഓ ഇങ്ങോട്ട് തായോ ഇങ്ങോട്ട്. എച്ചമ്മ മിക്കവാറും പാത്രത്തിലേക്ക് കയറി കൂട്ടപ്പോ. ആ പറഞ്ഞില്ല അന്ന് വേണ്ട. അല്ല അച്ചമ്മ അച്ചമ്മ പെട്ടെന്ന് നമുക്ക് എന്തോ ഒരു വലിയ എന്തോ ഡെവലപ്മെന്റ് ഉണ്ടായി. ഭയങ്കര ഇൻഡിപെൻഡന്റ് അച്ചമ്മ. പറയേ കറക്റ്റ് പറയേ. ഇല്ലല്ലേ നീ അങ്ങനെ എന്നെ വാക്ക് ചെയ്യിപ്പിച്ചിട്ട് എന്നെ അകലേക്ക് പറഞ്ഞേക്കണ്ട. ഞാൻ അവിടെ നിന്നോളാം. ഞാൻ ആവശ്യത്തിന് മുട്ട കഴിച്ചിട്ട് വരാം. മുട്ട ബേബീസാണ്. ആ ഡേ കാന്തം പോലെ വരുന്നുണ്ട് അങ്ങോട്ട്. ഐ ഇപ്പൊ തന്നെ യസോദേ. ഏറുമയുടെ വായല് പല്ല് 2 മുളച്ച പോലെ മുട്ടയുടെ വെള്ളം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒറ്റപ്പല്ല് അല്ലേ ഏറുമ? അയ്യോ നമ്മുടെ ഇന്നത്തെ ലഞ്ച് വീണ്ടും നമ്മുടെ മെസ്സിയുടെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടാ. ഓക്കെ അല മിലാനീസ് നെപ്പോളിറ്റാന.
ഈ കുപ്പാട്ടാനെ ഇവിടെ ഏയ് അത് എന്നെ കൊണ്ട് ഇവിടെ നിന്നാ പറ്റില്ലേ? ഒരു വഴി തീറ്റ ഇങ്ങോട്ട് വന്നെ നീയേ എന്റെ കൈയിന്റെ മുകളില് ചെറിയൊരു ആൻസിന്റെ പാൻസാണ് നീയെ. എനിക്ക് നെപ്പോളിറ്റാനെയും മെസ്സിനെയും ഇഷ്ടം, അത് തന്നെ എനിക്ക് ചിക്കനും ഇഷ്ടം അല്ലേ? എങ്ങനെയുണ്ട് ഇന്നുണ്ടാക്കിയത്? ഇന്നപ്പോ നമ്മുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ എഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇന്നത്തെ ലഞ്ച്. എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് വെള്ളിയാഴ്ച നമ്മൾ ഉണ്ടാക്കിയില്ലേ, അതിനേക്കാളും ഇഷ്ടപ്പെട്ട ഇതാ. ഇതില് നമ്മൾ നന്നായിട്ട് സോസൊക്കെ ഇട്ട് ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ഇതിന്റെ ഫുള്ള് ഹാമെല്ലാം ഇട്ട് നന്നായിട്ട് കാരണം എന്താ വെച്ചാൽ പ്രിങ്ങുവിന് ഈ വക പരിപാടിയും ഇതിന്റെ മുകളിൽ സോസ് ഒഴിക്കണമെന്ന് ഇഷ്ടമല്ല, നല്ല ക്രഞ്ചി അല്ലേ? ഓക്കെ, ഐ ആം ഗോണ ഫ്രൈ another one for you. ഓക്കെ, ഡോണ്ട് വറി. അമ്മമ്മ കാര്യം മുടക്കിയിട്ട് വീടില്ലല്ലോ. വീഴോ? വീഴുന്ന ചേട്ടാ ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ ബാക്കിയാ. നമ്മൾ ആക്ച്വലി ലഞ്ച് കഴിച്ചിട്ടില്ല. സോ വി യൂസ് ഇറ്റ്, വി ഓൾ ലവ്ഡ് ഇറ്റ്. ബ്യൂട്ടിഫുൾ ഡിഷ്. താങ്ക് യു മെസ്സി ഫോർ റിമൈൻഡിങ് മീ ഹൗ ടു കുക്ക് ഇറ്റ്. പക്ഷേ ഇതിൽ ഞാൻ ബേക്കൺ ഇട്ടിട്ടില്ല, ബേക്കൺ തീർന്നു. ഇവിടെ കുറച്ച് ചോറീസ് വരുന്നത്, നമുക്ക് ചോറീസോ ഇടാം. സോ ഹെയിം തീർന്നു, ഹെയിമേ ഹാം, സം പാർമെസൻ ചീസ്. ചേട്ടാ നമ്മുടെ 3 നെപ്പോളിറ്റാന സ്റ്റൈൽ കുക്കിംഗ്. നൗ യു കട്ട് ദം ഇൻ ടു ഹാഫ്. ഗോൾഡേ there we go honey. നീ ഇങ്ങോട്ട് പോന്നോ? പെട്ടെന്ന് ഓടിപ്പോന്നൊരു കഴിച്ചോ? ബ്യൂട്ടിഫുള്ളിയോ? never miss not even a single piece from it honey. വാ, ഇപ്പൊ കഴിച്ച വായ പൊള്ളിയിട്ട് 4 പീസാവും. പക്ഷേ oh my gosh. പ്രൊഫസർ ചെറിയ ചൂടുണ്ട് നോക്കിക്കേ. ഞാൻ കടിച്ചു വെച്ചതാ. എന്താ അത്ര പത്ര തവള ചീ ചുക്ക് മരിക്കണ ചൂടാപ്പ് എല്ലാ അടിപൊളിയാ. കുറച്ച് സോസ് വേണം, മയോണൈസ്. I want to try with a little bit of mayonnaise. So good. മയോണൈസിന്റെ കൂട്ടത്തിൽ കഴിച്ചാൽ എങ്ങനെയുണ്ടാവും? അടിപൊളി. നീ കഴിക്കണ്ട, ഞാനൊരു ലേശം കഴിച്ചോട്ടെ. പിള്ളേർ കഴിച്ചായിരുന്നു നേരത്തെ കൊടുത്ത് പോയി തിന്നു കുറച്ച്. ആ ചോറിച്ചോന്റെ ഫ്ലേവർ നല്ല ടേസ്റ്റി. കറക്റ്റ് ചാടിപ്പോയി. അല്ല എവിടെയോട്ട് ആറ് വേണ്ടി. ഞാനൊരു പ്രോപ്പർ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാട്ടാ. ആരോ ദണ്ഡി യാത്ര തുടങ്ങിയിട്ട് രണ്ടാളെത്തി. വേണം പൊന്നിന്, നിക്കും വേണം. ഒന്നുണ്ട് ഞങ്ങള് ഒന്ന് പവർ നാപ്പ് കഴിഞ്ഞ് ഇറങ്ങി വന്നു. ഡാഡിക്ക് ന്യൂ റൂള് വേണത്ര. എന്തിനാണോ ഡാഡിക്ക് ഞാനക്ക് ന്യൂ റൂള് ഇങ്ങോട്ട് നോക്ക്. ഈ കിടക്കണ 2 ഷൂസ് ഇതിപ്പൊ ഞാൻ മോളിൽ നിന്ന് എടി ഞാൻ മോളിൽ നിന്ന് കീഴ്പടിക്ക് ഇറങ്ങി വരുമ്പോ ഈ 2 പേര് സ്റ്റെപ്പും കൂടെ ഇറങ്ങി വരായിരുന്നു. അപ്പൊ ഇവള് നിന്നു ഇല്ലടാ പിങ്ങ. അപ്പൊ ഞാൻ ഇറങ്ങല്ലേ. അതുകൊണ്ട് ഞാൻ താഴത്തേക്ക് എത്തുമ്പോഴേക്കും ഈ ഷൂ എടുത്ത് വെക്കണം. അപ്പൊ കുട്ടികൾ നിലത്തേക്ക് പോകണം. നീ എന്താ ചെയ്യാ? പ്രിങ്ങുവിന് ന്യൂ റൂള് കൊണ്ടുവന്നു. ഇപ്പൊ പ്രിങ്ങ് തൊട്ടില്ലേ കുട്ടികളെ? പ്രിങ്ങ് ഈ കണ്ണി കണ്ട വള്ളി മൂക്കട്ടയും എടുത്ത് വലിച്ച് നീട്ടിയിട്ട് നടക്കുക. 2 രൂപ വൈറൽ മുക്രാണി എന്നും പറഞ്ഞു. ഈ സാധനം എടുത്ത് കൈ കൊണ്ട് വലിച്ചോണ്ട് ഒരു ഗുണമില്ല. ആ സമയത്ത് കുട്ടികളെ 2 മിനിറ്റ് എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ നിനക്ക് അതിനുള്ള ഗുണം ഉണ്ടാവും. വലുതാകുമ്പോഴേ കുട്ടികളെ നോക്കിയ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടാവും. ഇത് വലിച്ച എന്ത് എക്സ്പീരിയൻസ് കിട്ടണേ? മൂക്കട്ടിനാക്കാൻ അത് നൂഡിൽസാ. നൂഡിൽസ് ഉണ്ടാക്കാനുള്ള എക്സ്പീരിയൻസ് അവിടെ തരാം കേട്ടാ. ഈ ബാക്ടീരിയ കയറി നടക്കുന്ന സാധനം കയ്യിൽ അതിനെ പറഞ്ഞ ഞാൻ തൊടാറില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തൊട്ടാ നോക്കട്ടെ.
അതെന്നെ പറഞ്ഞ അല്ലാണ്ട് ഞാൻ അതെല്ലാം സുട്ട് ഞെക്കി കളിക്കണമെന്നില്ല. ഇവിടെ എനിക്ക് ഞെക്കാൻ എന്റെ ഇറമ്മിണ്ട് കേട്ടാ. ഏറുമ്പ ഇവളുടെ മറ്റേ ഉറക്കത്തില് ഉറങ്ങാട്ടാ, ഇവള് എഴുന്നേറ്റു. അപ്പൊ ഞാൻ ഇവളെന്നെ വിളിക്കുക, എസ്മേ എണീക്കുന്നു. ഒറ്റ ചാട്ടത്തിന് ചാടി വന്നു ആ വയലിന്റെ അമ്മയെടുത്ത് വെച്ച കളഞ്ഞു. ഇനി അവള് നോക്ക്, ഇനി നോക്കട്ടെ നീ അവള് എണീക്കുന്നു. മുതലെന്തോ മുട്ടാടി. ഒരു പേടിയില്ല. ആ മറ്റേ ആരച്ച പോവാണാവോ? അയ്യോ, പേടിയുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. കീലു, ഞാൻ നിനക്ക് എന്തൊക്കെ സഹായം ചെയ്തു തരുന്നു. അപ്പൊ ഡാഡയുടെ ഷൂ ഒന്ന് അങ്ങടെ ഗാരേജിൽ കൊണ്ടുപോയിക്കാം. നിനക്ക് ചെയ്യാതെ എത്ര തവണ ചെയ്തിട്ടുണ്ട്? I lost count because I did so many times. How many times I cooked for you? I catify your moody. I teach you cooking. How many times I did? Do you count any time that? How many times even nowadays I cook eggs for you? I made desserts for you. Today lunch time I prepared chicken for you. You count that? For the whole family. Yeah, you are one of കേക്ക് ഉണ്ടാക്കാന്ന്, നമുക്ക് കേക്ക് ഉണ്ടാക്കാന്ന്. ഞാൻ എന്നെ ഓടിക്കണ്ടാടാ, ഫ്രിഡ്ജിലൊരു കേക്ക്. ഫ്രിഡ്ജിൽ കേക്ക് നിന്റെ ബർത്ത്ഡേ ഇരിക്കണ്ടല്ലോ. ഞങ്ങൾ ഇച്ചിരി കഴിച്ചു. അമ്മ ഇച്ചിരി നീ കഴിച്ചില്ലേടാ? ഞാൻ ഒരു ബൈറ്റ് എടുത്തോളൂ. ഒരു ബൈറ്റ് ഇത് ഇത്ര വന്നത്. അന്ന് പിന്നെ ഒരു 2 റസ്കും. ഇപ്പൊ എന്റെ മറ്റേ ഞാൻ ലണ്ടൻ നീ എക്സസൈസ് ചെയ്തു അല്ലേ? മോന് സ്റ്റെപ്സ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ 2 ദിവസം ട്രെയിനിങ് ചെയ്തിട്ട് ഞാൻ സ്റ്റെപ്സ് ചെയ്തിട്ട് ഞാൻ മെഷീൻ പൊട്ടി. മെഷിപ്പ് പൊട്ടിയനെ. മെഷീൻ പൊട്ടി. മോൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് സ്റ്റെപ്സ് ഞങ്ങൾ ചാലഞ്ച് ചെയ്യുന്നോണ്ടാണ് അത് ഇടണേ. ചാലഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഗുണ വേണ്ടേ? ഗുണത്തിന് കുറച്ചുകൂടി നല്ലത് ആ സമയത്ത് ഇതാ സ്റ്റെപ്പ് നമ്മൾ നല്ലോണം നടക്കുന്നുണ്ട് ഇല്ലേ? ഇല്ല, തോക്ക് എന്ത് ഗ്യാരണ്ടിയില ഇങ്ങനെ ഊർന്നേർന്ന് പോണേ ഡാഡനെ കയ്യിൽ നിന്നിട്ട്. ചൊവ്വാഴ്ച നീ കരയിട്ടാ. ചൊവ്വാഴ്ച പോകുമ്പോ എല്ലാ പാനപാത്രം എല്ലാത്തിനും കിട്ടുന്നുണ്ടെന്ന്. ഞാൻ ഡെയിലി വ്ളോഗ് തന്നെ ചെയ്യണില്ല. നീ പോയിട്ട് ഞാൻ പൊള്ളിക്കും. ഞാൻ വരുമ്പോ ഇവിടെ നീയെ ഞാൻ വരുമ്പോ ഇവിടെ ഓക്കെ ഉണ്ടാവും. ഞാൻ കുട്ടികളിലെയും ഭക്ഷണം കൊടുക്കലും പണി മാത്രം ചെയ്യുള്ളൂ കേട്ടാ. നീ ആ സോമന്റെ പാന്റ് തരുമോ ഇങ്ങോട്ട് ഒരു നൈക്ക്? നാളെ കല്യാണത്തിന് പിള്ളേരുടെ ഡിന്നർ അഗൈൻ മുട്ട മാമു. ഈസി മാമു മുട്ട ബട്ടർ ഉപ്പ് ഈസി ട്ടാ. ബെസ്റ്റ് മീൽ ഇൻ 2 minutes. ആ രാവിലെ കഴിച്ച 3 മുട്ടയും ചിക്കനൊക്കെ ദഹിച്ചാ ഉറങ്ങാ എണീക്കാ ഫുഡ് കഴിക്കുക. അതന്നെ പണി. മോനെ ഇതൊക്കെ ഇറ നോക്കറേ. ആ കമ്പിത്തിരി കത്തിച്ചു വിട് തലയുടെ മുകളിലത്തെ. അയ്യോ 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 നാട്ടുകാരെ ഓടി വരണേ. ഓ എന്റെ കുട്ടി ഫുഡ് കണ്ടിട്ടില്ല. വയറ്റിലുള്ള കൊക്കപ്പുഴ എങ്ങാനും ഉണ്ടാ? ഉണ്ട് ഇത്ര ദേടെ ഉണ്ട്. ഓ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാ മുട്ട മാമു. പ്രിങ്ങുനും അതെ ചെറുപ്പത്തില് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡായിരുന്നു മുട്ട മാമു. ആ കമ്പിത്തിരി കത്തിക്ക് തലയുടെ മുകളിലിരിക്കണേ. ഹലോ എനിക്ക് എന്നിട്ട് വേണ്ട ഡിന്നറിന് മുത്തേ? എനിക്ക് മുട്ട മാത്രം മതി. അതെയാ? യു നീഡ് ഓൺലി മുട്ട. ഞാനും മുട്ട മാത്രം കഴിച്ചാലോ? അതെ ആ ഉരുള കയറണം. ആ തുറന്നാ മതി, പാത്രം കയറല്ല. ഒരു ഉരുള എടുത്ത് 2 പേർക്കും പപ്പാതി കൊടുക്കുക. അങ്ങനെയാണോ? അങ്ങനെ കൊടുക്കണേ. ഏടുമ്പാ അടുത്ത് ഉരുട്ടണ വരെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം പ്രിങ്ങ നീ മാമ ഉപ്പുണ്ടാ പിന്നെ എപ്പോഴാ ഫോൺ നോക്കണോ ഓരോരുത്തര്? എന്താ ഫോൺ വിളിക്കുക. താഴെ വെള്ളം വെച്ചിട്ടോ ഒരു കുപ്പി ഉള്ളൂന്ന്. അത് നോക്കുക പാളിട്ട് ഇവിടെ ഇരിക്കണേ. ഞം 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 ഞം. 2 ഫുഡാണ് ഇവിടെ നമുക്ക് അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയത്. ഒന്ന് മുട്ട മാമു, ഒന്ന് മുട്ട ഓൺലി. മുട്ട മാമു ഇത് 2 മുട്ടയും ഒരു കയ്യിൽ ചോറാണ്. ചില ദിവസങ്ങളിൽ എന്നാലും ഗോ ടു കൊടുത്താൽ ഗ്യാരണ്ടി കഴിക്കും എന്നുള്ള 2 സാധനങ്ങളാണ് അത്. ഓ അയ്യോ
എന്നെ കൊണ്ട് ഞാൻ തോറ്റു. അതാണ് ഞാൻ എന്നെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണല്ലോ മുടിയാനായിട്ട്. അല്ലേ? കേക്ക് വേണോ? അതിന് കേക്ക് ക്ലോക്കാണ് നോക്കണേ. കേക്ക് എന്ന് പറയുമ്പോ പിങ്ങു ചേച്ചിന്റെ ബർത്ത്ഡേ കേക്ക് വേണോ? ആ ഇനി പിങ്ങു ചേച്ചിയുടെ ഒരു കഷ്ണം കേക്കും കൊടുക്ക്. ആ കൈമ ലാസ്റ്റിക്കള് ഇംഗ്ലീഷ് സിനിമയിൽ ആളുണ്ട്. കൈ ഇങ്ങനെ നീണ്ടു പോണേ. ആ കഴിവ് കിട്ടിയെങ്കിലാ ജമ്മ ചെയ്ത പിന്നെ അങ്ങോട്ട് കൊടുക്കില്ല കേട്ടാ. അങ്ങനെ പോകുന്നുണ്ട് അല്ല അവള് നമ്മള് വെക്കാൻ വേണ്ടി തരുന്നയാ. അല്ല അവൾക്ക് നേരിട്ട് കൊടുത്താൻ പറ്റില്ല. അവിടെ ചോദിക്കുന്നില്ലേ? അതവക്ക് അറിയില്ലല്ലോ. അയൽവാസിയില്ലേ? ഇവളെന്തിനാ ഇപ്പൊ എന്റെ കുപ്പിന്ന് കുടി? ആ ഇത് എന്താ ഉള്ള കളി നോക്ക്. അവള് കൊടുത്തില്ലേ? കണ്ട അവള് കൊടുക്കും. അവള് കൊടുക്കണ എങ്ങനെയാ? പിടിവിടില്ല, തിരിച്ചു കൊണ്ടോ. അവള് അമ്മക്ക് തന്നെ തരും. കൊരങ്ങന്റെയും മങ്കിടിയും കൊരങ്ങന്റെയും മറ്റേ പഴത്തിന്റെയും കഥ കേട്ടിട്ടില്ലേ? അതൊന്നും വിടില്ല മനുഷ്യൻ. അതൊക്കെ ഇവരുടെ നിർത്താൻ ലെക്ചർ. യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ. എന്റെ പുട്ടാടിയാണ് നീയെ. കഴിഞ്ഞ ദിവസം ഞാനൊരു ബട്ടറും ചില്ലി ഫ്ലേക്സും ഉപയോഗിച്ചിട്ടൊരു കോഴിമുട്ട ഉണ്ടാക്കിയപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു. വളരെ ഈസിയാണ്. കുറച്ച് ബട്ടർ, ഇത് വലിയ സംഭവമൊന്നുമല്ല. സം ചില്ലി ഫ്ലേക്സ്, ഡു നോട്ട് ഓവർ റോസ്റ്റ്. ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. ഐ കാൻ ഹാൻഡിൽ ടു മച്ച് ചില്ലി. മിക്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തരി ഉള്ളിയോ കറിവേപ്പിലയോ ഒക്കെ ചേർക്കാം കേട്ടോ ഈ സമയത്ത്. അതായത് ഈ മറ്റേ മുളക് കാച്ചുക എന്ന് പറയില്ല, അതുപോലെ ഒന്ന് കാച്ചണം ഈ മുളകിനെ. തേൻ മുട്ട ഡാൻ. ഇളക്കി ഫ്രൈ. സം ഉപ്പ് ഡാൻ. ഇതാണ് മുട്ടയും ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുള്ള മുട്ട. That's it. That's my lunch, മുട്ട and മാമു. I mean dinner. ഇതെന്തോരം ചോറടി നീ വെച്ചോണ്ടേ? ഇത്രയും ചോറ് നീ വരണ വരെ വെള്ളിയാഴ്ച വരത്തിക്കാ? പിക്കിൾ. And that's my lunch. I mean, ഇത് ലഞ്ചിൽ എന്താണ്? അയ്യോ തൈര് എടുത്തില്ല. തൈരില്ലല്ലോ കൊണ്ടേ. അടിക്ക് ആ തൈര് വേണ്ട. നമ്മളുണ്ടാക്കിയ തൈരില്ല. ഓ നല്ല ടേസ്റ്റ്. ചോറ് കുറച്ച് വെന്ത് കുഴഞ്ഞു പോയിട്ടോ കൊള്ളേ. അയ്യോ വെന്തുണ്ടെന്ന് പറഞ്ഞോള. വെന്ത് കുഴഞ്ഞു നോക്കി നീയേ. ഇത് വെന്തിനെ കുഴഞ്ഞു എന്നല്ലേ പറയുന്നേ? അല്ല എവിടെന്നാ പറഞ്ഞ ചർമ്മശപ്പെട്ട് പറഞ്ഞ പോലെ ഇല്ലട്ടാ. ആ മാമു കോൾട്ടെ മാമു ഇതാ സെയിം ചോറ് തന്നെയാണ്. അയ്യോ കുറച്ച് അച്ചാറും കിടക്ക്. ഇനി വേറെ ഇതേ ചവച്ചോടങ്ങി. ഓൾറെഡി ചവച്ചോടങ്ങി. എന്നാ വേണോ? വേണ്ട. ഇനിയില്ലേട്ടാ അച്ഛമ്മ എറുമയൊക്കെ പോക്കോ. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഇതൊക്കെട്ടാ. എന്നാ അച്ചാറൊക്കെ കുഴച്ചിട്ടാ അടിക്കുന്നേ. ഒരു കുഴപ്പമില്ല. ആ അച്ചാറ് നക്കി വേണ്ട ചെയ്യും കഴിക്കണ്ട കേട്ടെ. പോയി അവിടുന്ന് കേട്ടോ അച്ഛമ്മ. Okay guys, അപ്പോൾ another beautiful day in Auckland. Okay guys എന്ന് കേട്ടാ അത് കൈയും പൊക്കി വരും. Okay, അപ്പോൾ another beautiful day in Auckland. അപ്പോൾ സൂപ്പർ ഡി വേണ്ട നമുക്ക് അടുത്ത കാണാൻ. ബൈ ഫോർ നോ. ബൈ.